പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാത കരാറുകാർക്കെതിരെ കാഴ്ചാ പരിമിതിയുള്ള ഗൃഹനാഥന്റെ പോരാട്ടം. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയോരത്തെ വീട് 1 മീറ്റർ പൊളിച്ചു നീക്കണമെന്ന കരാറുകാരൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കെയിൻപുതൂർ സ്വദേശി ജോർജ് ഡേവിഡിന്റെ ആരോപണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ ബലമായി പൊളിച്ചുകളഞ്ഞ പണം ഈടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രായമായ അമ്മയെയും 6 വയസ്സുള്ള മകനെയും കുട്ടി എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല എന്നതാണ് ജോർജ് പറയുന്നത്. അപ്പോൾ 2009 ഞങ്ങളുടെ 1 സെൻറ്റ് സ്ഥലവും 1 റൂമും പോയതാണ്. അതൊക്കെ ഞങ്ങൾ ആ ഹൈവേക്ക് പോയതാണ്. ഞങ്ങൾ പൊളിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങളിനി ബാക്കിയുള്ള ആ റൂമിൻ്റെ പകുതിയും കൂടി പൊളിച്ചു തരണം, പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ JCB വന്ന് പൊളിച്ചിട്ട് പോകും എന്നിട്ട് ദിവസം വന്ന് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇവരുടെ കോൺട്രാക്ടറായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നവരാണ് വന്ന് പറയുന്നത്. പിന്നെ ഞാൻ കളക്ടറിനെ പോയിട്ട് കണ്ടിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫീസിലും പോയിരുന്നു, ഞാൻ അമ്മയും കൂടിയാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഈ കെട്ടിടമൊന്നും പൊളിക്കണ്ട, ഷീറ്റ് മാത്രം മാറ്റി കൊടുത്താൽ. മുമ്പ് ഇവിടെ ഷീറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്, ഈ ഹൈവേയുടെ ഭാഗത്തായിട്ട് വരുന്ന ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റ് മാറ്റി കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്, ഓഫീസിലുള്ളവർ പറഞ്ഞത്. ഈ പൊളിച്ച് കൊടുക്കാൻ നമുക്ക് പറയാനില്ല, അതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം അത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അതന്നെ വന്നാൽ അവർ പൈസ തരട്ടെ, പൊളിച്ചു തരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കില്ല. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട്, പ്രായമായ അമ്മയാണ്, മകനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്. അവരോടാണ് ഇത്തരത്തിൽ ഇറങ്ങിപ്പോകാൻ പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഭാഗം പൊളിച്ചു നീക്കണം വീടിന്റെ എന്ന് പറയുന്നതും കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട വിഷയമായിട്ടും ഈ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലേ? വിനീത, പാലക്കാട് കഞ്ചിക്കോട് കെയിൻപുതൂർ സ്വദേശിയാണ് ജോർജ് ഡേവിഡ്. ഇവരുടെ കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്നത് 3 സെന്റ് ഭൂമിയും 1 വീടുമായിരുന്നു. ആ വീടിന്റെ ഒരു മുറി തന്നെ പൊളിച്ച് 1 സെന്റോളം ഭൂമി ദേശീയപാത വികസനത്തിന് വേണ്ടി ഈ കുടുംബം നൽകിയതാണ്. ഇപ്പോൾ വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയുടെ കരാറുകാർ ഇപ്പോൾ വീണ്ടും ഈ വീടിന്റെ 1 മീറ്ററോളം പൊളിച്ചു നീക്കണമെന്നാണ് ഈ കുടുംബത്തോട് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യേണ്ട എന്ന് പറയുമ്പോഴും കരാറുകാർ നിരന്തരമായി ഈ കുടുംബത്തെ സമീപിച്ചുകൊണ്ട് ഈ വീടിന്റെ 1 മീറ്ററോളം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജോർജ് ഡേവിഡ് ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. ഒരു ദിവസം ഒരു ബുക്ക് ലോട്ടറി വിറ്റാൽ അദ്ദേഹത്തിന് കിട്ടുന്ന 150 രൂപ മാത്രമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഈ വീടിന് മുമ്പിൽ ഈ ഒരു മുറി തരപ്പെടുത്തി അതൊരു കടയാക്കി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മാസം 2000 രൂപ മാത്രമാണ് ആ കടയ്ക്ക് വാടക കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ കുടുംബം ജീവിച്ചു പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ 1 മീറ്ററോളം ആ ഭാഗം പൊളിച്ചു നീക്കിയാലോ അവരുടെ വീട് തകരും എന്നുള്ളതാണ് ജോർജ് ഡേവിഡും കുടുംബവും പരാതിയായി പറയുന്നത്. മാത്രമല്ല തങ്ങളുടെ വരുമാനമായിട്ടുള്ള ഈ വാടകയ്ക്ക് നൽകുന്ന ആ മുറി അതും തകരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ തങ്ങൾക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്ന് കരാറുകാരോടും ദേശീയപാത അതോറിറ്റിയോടും തങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരത്തിൽ ഒന്നും തന്നെ തിരിച്ചൊരു മറുപടി നൽകാതെ എത്രയും പെട്ടെന്ന് ഈ അല്ലെങ്കിൽ ആ മുറി തന്നെ പൊളിച്ചു നീക്കണമെന്നുള്ളതാണ് ഈ കരാറുകാർ ഇവരോട് പറയുകയും ചെയ്യുന്നത്. കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാത്രി വന്ന് ആ മുറി പൊളിച്ചു നീക്കും, മാത്രമല്ല അതിന്റെ ചെലവ് നിങ്ങളിൽ നിന്ന് ഈടാക്കുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയെന്നും ജോർജ് ഡേവിഡ് ഇപ്പോൾ പരാതിയായി പറയുന്നുണ്ട്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ജോർജ് ഡേവിഡ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ? എന്താണ് അധികാരികളുടെ ഒരു നിലപാട്? വിനീത, നിലവിൽ ജോർജ് ഡേവിഡിന്റെ ഈ പരാതി ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ പരിഗണനയിലുണ്ട്. അവർ പറയുന്നത് ഈ കടമുറിക്ക് സമീപത്തായി ഒരു ഷീറ്റ് ഈ കുടുംബം ഇറക്കിയിരുന്നു, അത് മാത്രം പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശമാണ് തങ്ങൾ നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട് കരാറുകാർ ഇത്തരത്തിൽ പറയുന്നു എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഏതായാലും പരിശോധിക്കാം എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ അനൗദ്യോഗികമായാണെങ്കിൽ പോലും ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരൊന്നും ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ഉടൻ തന്നെ ഈ വിഷയത്തിലൊരു നടപടി ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, അതിൽ നടപടി വേണ്ടത് തന്നെയാണ്. ഇക്ബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അവരെ തീർത്തും ദുരിതത്തിലാക്കുന്ന നടപടിയിലേക്ക് പോവുകയും അരുത്.